ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ, എല്ലാവർക്കും ഹാപ്പി സൺഡേ. ഇന്ന് വീട്ടിൽ രാവിലെ കറണ്ടില്ല. ആ കറണ്ടില്ലാതെ ഇപ്പോൾ എന്താ, ഈ ടാങ്കിൽ വെള്ളമൊന്നുമില്ല. സാധാരണ എല്ലാവരും വീട്ടിലും പ്രശ്നമാവാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പതുക്കെ ഇന്ന് കിണറ്റിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈസിയായിട്ട് വെള്ളമൊക്കെ കോരി ഒഴിക്കാമെന്ന് പറഞ്ഞ ഒരു രസമല്ലേ. അതൊക്കെ വല്ലപ്പോഴാണ് ഒന്ന് ഈ ബക്കറ്റൊക്കെ ഇട്ടിട്ടൊന്ന് ഈ കിണറൊന്ന് കുത്തി കുലുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ആ വെള്ളം ഒന്ന് ശുദ്ധമാകും. ഓക്കെ, ഇതേപോലെ ഈ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ചെമ്പരത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കളയുക. നമ്മളിന്ന് ഞാൻ ഞായറാഴ്ച വണ്ടികളൊക്കെ ഒന്ന് തുടയ്ക്കും. ഇപ്പോൾ ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും മിക്കവാറും തുടയ്ക്കാറുണ്ട്. പക്ഷേ ഞായറാഴ്ച ഒന്ന് നന്നായി തുടയ്ക്കും വണ്ടികളൊക്കെ ഒന്ന് തുടച്ച് ജസ്റ്റ് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കാറില്ലെങ്കിൽ ഇപ്പോൾ സൺഡേയിലൊന്ന് തുടച്ച് കഴിഞ്ഞിട്ട് വണ്ടിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിടും. അപ്പോൾ നമ്മളിന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ് കാട ഫ്രൈ. കാട വാങ്ങിച്ചു കൊണ്ടുവന്ന കാട 2 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. എന്ന രീതിയിൽ നമ്മളൊരു മസാലക്കൂട്ട് ഉണ്ടാക്കി. ഒന്നുമില്ല, വെറുതെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, വേറെ ഇതിലൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ കാട ഇതിലേക്ക് ഇടുന്നു. ഈ കാട ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അതിലിതൊരു 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റ് വെക്കുന്നതിന് ശേഷം ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നത്, അതായത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മുടെ വീട്ടിലുള്ള എയർ ഫ്രയർ, ഫിലിപ്സിൻ്റെ ആണ്. നല്ലൊരു ഐറ്റമാണ് ഇത്. നമ്മളിങ്ങനെ എടുക്കുന്നു, എന്നിട്ട് എയർ ഫ്രയറിൽ ഓരോ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കും. നിങ്ങൾക്ക് 5 പീസോ 6 പീസോ ഇതിൽ വെക്കാം. പിന്നെ വെളിച്ചെണ്ണ ഒന്ന് മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇത് നേരെ ഉള്ളിലേക്ക് വെക്കുന്നു. പവർ ഓൺ. 20 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ കാട ഫ്രൈ റെഡി. സൺഡേ സ്പെഷ്യൽ എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയും. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിൽ നിന്ന് നമ്മുടെ കാട ഫ്രൈ 20 മിനിറ്റ് കൊണ്ട് സംഭവം ശരിയായിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് അലങ്കരിച്ച് നമ്മൾ കുറച്ച് സബോളയൊക്കെ ഇട്ട് കുറച്ച് കുക്കുംബറെല്ലാം ഇട്ടത് അടിപൊളി സാധനം. ഇതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് വളരെ കുറച്ച് എണ്ണ മതി. ജസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. അതാണ് എയർ ഫ്രയറിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മെച്ചം. നിങ്ങൾക്ക് ഇതുപോലെ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് എന്ത് ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലുണ്ടാക്കാം. അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ സൺഡേ സ്പെഷ്യൽ നമ്മുടെ ഒരു ലേശം നല്ല അടിപൊളി. ഓക്കേ, ബൈ.